കേരളത്തിൽ പോളിംഗിനുള്ള സമയം അവസാനിച്ചു. 6 മണി ആയി കഴിഞ്ഞിരിക്കുന്നു. 2,77,00,000 വോട്ടർമാരുള്ള കേരളത്തിൽ 18 ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള സമയം 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. ഇനി ഇപ്പോൾ എല്ലാ ബൂത്തുകളിലും വരി നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകും. ആ ടോക്കൺ ഉള്ളവർക്ക് എത്ര സമയം വൈകിയാലും വോട്ട് ചെയ്തിട്ട് മാതൃഭൂമി ന്യൂസിന്റെ 100 അവർ തുടർച്ചയായ വാർത്താ ബുള്ളറ്റിനും അവസാനിച്ചിരിക്കുന്നു. 100 hours ലൈവ്. അഞ്ചരയുടെയാണ് ഏറ്റവും അവസാനം നമുക്ക് വോട്ടിംഗ് പെർസെന്റേജ് വന്നത്. അതിപ്പോഴും 64. എന്തായാലും പുതിയ ശതമാന കണക്ക് ഉടനെ തന്നെ വരും തോന്നുന്നു. എന്തായാലും 20 മണ്ഡലങ്ങളിലെ ജനനേതാക്കളെ തെരഞ്ഞെടുക്കാനുള്ള വിധിയെഴുത്തിന്റെ ഒഫീഷ്യൽ ടൈം, ഔദ്യോഗികമായ സമയം പൂർത്തിയായിരിക്കുകയാണ്. 6 മണി കഴിഞ്ഞു. ഗേറ്റുകൾ അടയ്ക്കുകയാണ്. അതായത് ഉള്ളിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇനി വോട്ട് ചെയ്യാനുള്ള. എല്ലായിടത്തും ഗേറ്റുകൾ അടയ്ക്കും. ഗേറ്റുകൾ അടച്ചിട്ട് അതിനകത്ത് ടോക്കൺ വിതരണം ചെയ്യും. ടോക്കൺ ഉള്ളവർക്ക് വോട്ട് ചെയ്ത് മടങ്ങാം. പക്ഷേ നമുക്ക് ആ ഗേറ്റിന്റെ അകത്ത് എത്ര ആളുണ്ടെന്ന് നോക്കൂ. ഒരു 7-8 മണി വരെയൊക്കെ നീളം തോന്നുന്നല്ലേ നിലവിലെ. 10 മണി എന്ന് പറയുന്നുണ്ട്. ജോസ് കെ മാണിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ ബീപ്പ് സൗണ്ട് വരാൻ സമയമെടുക്കുന്നതിൽ ആശങ്കയുണ്ട്. മുൻപ് ഉപയോഗിച്ച വോട്ടിംഗ് യന്ത്രങ്ങളിലാണ് ഈ സമയ വ്യത്യാസം വരുന്നത്. EVMകളുടെ പ്രവർത്തനത്തെ പറ്റി നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി പരാതി നൽകിയിരുന്നു. LDF നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഇതാദ്യമായിട്ടാണ് ഈ ദിവസം വരുന്നത്. നേരത്തെ രമയടക്കമുള്ള ആളുകൾ പരാതി ഉന്നയിച്ചിരുന്നു. ജോസ് കെ മാണി ഗൗരവതരമായ കാര്യമാണ് നടക്കുന്നത് എന്ന ഒരു ആശങ്ക അറിയിച്ചിരിക്കുന്നു. ഈ വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ചുള്ള പല പരാതികളും ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ശാസ്ത്രീയമായ പഠനം പരിശോധന എല്ലാം നടത്തി കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഇന്നിപ്പോ സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞത് എല്ലാ VVPAT ഇതും സ്ലിപ്പുകൾ എണ്ണണ്ട എന്ന് പറഞ്ഞു. അത് പ്രതിപക്ഷത്തിനേറ്റ തിരിച്ചടിയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. സ്ലിപ്പുകൾ വിതരണം ചെയ്യാം, ടോക്കൺ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ടോക്കൺ കൊടുക്കുന്ന എത്ര ആളുണ്ടെന്ന് നോക്കൂ. ഇത് വടകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എത്ര വലിയ നീണ്ട നിര എന്നൊക്കെ പറഞ്ഞാൽ അത്രയും അധികം ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയും നമ്മൾ ഈ കാലാവസ്ഥ കൂടി പരിഗണിക്കേണ്ടതാണ്. എത്ര മണിക്കൂറാണ് ഈ ചുട്ടു പൊള്ളുന്ന വെയിലിൽ അവരിങ്ങനെ കാത്തു നിന്നത്. KV രാഹുൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, വടകരയിൽ ഇപ്പം ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞു. ഇനിയും എത്ര ആളുകൾ ഉണ്ടാകും? നരിക്കുന്ന UP സ്കൂൾ എടച്ചേരി ആ പോളിംഗ് ബൂത്തിൽ നിന്നുള്ളതാണ്. അതായത് വന്ന ആളുകളെയൊക്കെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് വിളിച്ചു വരുത്തി അതിനുശേഷം 6 മണിക്ക് ശേഷം കോമ്പൗണ്ടിലേക്ക് കയറിയവർക്ക് ടോക്കൺ കൊടുക്കുകയാണ്. ടോക്കൺ ലഭിച്ച ആളുകൾക്ക് മാത്രമേ ഇനി വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ടോക്കൺ ലഭിച്ച ആളുകൾ മാത്രമല്ല, ബാക്കി ആളുകൾ പരിസരത്തൊക്കെ ഉണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വരി നിന്ന് മടുത്തു പോയ ആളുകൾ ഉൾപ്പെടെയായി ഉണ്ട്. കുറച്ച് സമയമൊന്നുമല്ല, 1/2 മണിക്കൂറോ 1 മണിക്കൂറോ അല്ല, 2, 3, 3.5 മണിക്കൂറുമൊക്കെ വരി നിന്ന് വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ. മടുത്ത് നേരെ തിരികെ വീട്ടിലേക്ക് പോവുക, അതിനുശേഷം വീണ്ടും വരിക, അങ്ങനെയൊക്കെയാണ് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വടകരയിലുള്ളത്. ഒച്ചിഴയുന്ന വേഗത്തിലാണ്, അത്രയും മന്ദഗതിയിലാണ് വടകരയിലെ പോളിംഗ് എന്നുള്ളതാണ്. നമ്മളീ പറഞ്ഞ നരിക്കുന്ന UP സ്കൂൾ എടച്ചേരിയിൽ മാത്രമല്ല, കോട്ടപ്പള്ളി സ്കൂളിലായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. കൊയിലാണ്ടി വെങ്ങളം ALP സ്കൂളിലാണ്. അത് കൊയിലാണ്ടി നിയമസഭ വടകര മണ്ഡലത്തിൻ്റെ ഭാഗമായി തന്നെ വരുന്നതാണ്. 300-ലധികം വോട്ടർമാർ ഇവിടെയും വരി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വടകരയിൽ പൊതുസ്ഥിതി ഇങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലെയും കാഴ്ച കാണിച്ചു. വടകരയിലാണ് ഏറ്റവും ഒരു മോശമായ അവസ്ഥ എന്നാണ് മനസ്സിലാക്കുന്നത്. പല ആളുകൾക്ക് തിരിച്ചു പോകാൻ വണ്ടിയുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട്. വളരെ കഷ്ടമാണ്, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ ഈ ഇതിന് വന്ന ജോലിക്ക് വന്ന ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന ഉദ്യോഗസ്ഥർക്ക് ഇനി ഇതിന്റെ എല്ലാം കണക്കുണ്ടാക്കി ഇത് കൊണ്ട് കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ കൊണ്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ മാത്രമേ അവർ ഈ ഒരു ജോലിയിൽ നിന്ന് ഫ്രീ ആവുള്ളൂ. അർദ്ധരാത്രിക്ക് ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയുന്ന സാഹചര്യമാണ്. തൃശ്ശൂരിലേക്ക് കൂടി ഒന്ന് പോകാൻ ലിഷോയ് ഉണ്ട് അവിടെ. ലിഷോയ്, തൃശ്ശൂരിൽ പോളിംഗ് സമയം അവസാനിച്ചതിന് ശേഷം വരി നിൽക്കുന്ന ആളുകൾ വല്ലാതെ ഉണ്ടോ, കൂടുതലുണ്ടോ? തൃശ്ശൂരിൽ പല മേഖലകളിലും സമാനമായ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ചേറ്റുപുഴയിലാണ്. ചേറ്റുപുഴയിൽ എനിക്ക് പുറകിൽ കാണാം 3 ബൂത്തുകളുണ്ട്. ഈ 3 ബൂത്തുകളിലും നിരവധി ആളുകളുണ്ട്. ഏകദേശം 50-ലധികം ആളുകൾ ഓരോ ബൂത്തിലും ഉണ്ട് എന്നുള്ളതാണ്. ഇവരെല്ലാം തന്നെ 6 മണിക്ക് ശേഷം ഇപ്പോൾ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ടോക്കൺ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ടോക്കൺ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അകത്തുള്ളവർക്ക് മാത്രമാണ് ഇനി ഈ വോട്ട് ചെയ്യാനായി അവസരമുള്ളത്. പക്ഷേ സമാനമായ രീതിയിൽ തന്നെ പലയിടങ്ങളിലും ഇതുപോലെ തന്നെ നിരവധി ആളുകൾ ഈ കറക്റ്റ് 6 മണിക്ക് ഇനിയും പോൾ ചെയ്യാൻ ഒരുപാടുള്ള ബൂത്തുകൾ ഉണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വോട്ടിംഗ് മെഷീൻ സ്ലോ ആണ് എന്നുള്ളൊരു, അല്ലെങ്കിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നതെന്നുൾപ്പെടെയുള്ള ഒരു ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തിലൊന്നും ഉദ്യോഗസ്ഥർക്ക് തന്നെ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ നേരത്തെ തീരദേശ മേഖലയിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ
തീരദേശ മേഖലയിൽ ചാവക്കാട് മേഖലയിലും ഇപ്പോഴും നീണ്ട നിര ഉണ്ട് എന്നാണ് നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ ഈ സമാനമായ രീതിയിൽ തന്നെ രാവിലെയും നല്ല പോളിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് അല്പം പോളിംഗ് കുറഞ്ഞു. പിന്നീട് വൈകുന്നേരം വീണ്ടും പോളിംഗ് വളരെ വേഗത്തിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടാതെ ഈ ഗൾഫ് മേഖലകളിലെ ഈ പ്രളയവും മറ്റും ആ ഭാഗങ്ങൾ വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആ മേഖലയിൽ ഈ പോളിംഗ് അതായത് വോട്ടിങ്ങിനായി എത്താനിരുന്നിരുന്ന ആളുകൾക്ക് പലർക്കും ഇത്തവണ എത്താൻ ശരി. നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ ഈ വടകരയിൽ മാത്രമാണ് ഈ നീണ്ട നിര ഈ സാങ്കേതിക പ്രശ്നമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, സംസ്ഥാനത്ത് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പൊ കൊല്ലത്തുണ്ട്, പെരുമ്പാവൂരിലുണ്ട്, ഇടുക്കിയിലുണ്ട്, കൊയിലാണ്ടി, വെങ്ങളത്തുണ്ട്, അങ്ങനെ പലയിടത്തും ഈ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇപ്പോഴും ടോക്കൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.